ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ കളറിൽ ടുലിപ്പ് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ, അതേപോലെ തന്നെ ക്രിംസൺ റെഡ് കേട്ടോ. കൊബാൾട്ട് ബ്ലൂവും ക്രിംസൺ റെഡും ആണ് യൂസ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടുക. HB പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇടുക കേട്ടോ. നമ്മൾ കളറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ലൈൻസിൻ്റെ ഒരു മാർക്കുകളും കാണാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്ലൈൻ ഇടുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രഷ്യൻ ബ്ലൂവും അതേപോലെ ക്രിംസണുമാണ് കേട്ടോ. അത് പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ടോണ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിക്കായിട്ട് കളർ എടുക്കരുത്, വളരെ ലൈറ്റായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം അപ്ലൈ ചെയ്യരുത്. നമ്മൾ സാധാരണ പിക്ചർ ചെയ്യുമ്പോൾ ആ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ നമ്മളിതിൽ വെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ ക്രിംസൺ റെഡിൻ്റെ കളറ് കൂട്ടിയിട്ടും ചില ഭാഗങ്ങളിൽ ബ്ലൂ കൂട്ടിയിട്ടുമൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. പാലറ്റിൽ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടത് ശ്രദ്ധിക്കുക. യൂസ് ചെയ്തിട്ടുള്ള യെല്ലോ ലെമൺ യെല്ലോ ആണ് കേട്ടോ. വളരെ ലൈറ്റായിട്ട് വേണം വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ കളർ എന്ന് പറയുന്നത് തന്നെ ട്രാൻസ്പെറൻറ്റ് എഫക്റ്റിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ.
ഫസ്റ്റ് ടോൺ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ ഇതളിനും ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തണ്ടും അതേപോലെ ലീഫുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെമൺ യെല്ലോയും അതേപോലെ തന്നെ സാപ്പ് ഗ്രീനുമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാലാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ വർക്കിൽ ഉണ്ടാവും. ഓക്കെ. ഫ്ലവറിൻ്റെ സെക്കൻഡ് ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള പ്രഷ്യൻ ബ്ലൂവും അതേപോലെ തന്നെ ക്രിംസൺ റെഡും തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബോക്സിൽ 2 തരം റെഡ് ഉണ്ടാവും, അതേപോലെ തന്നെ 2 തരം ബ്ലൂ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേര് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും നിങ്ങൾ കളർ മിക്സിങ് പാലറ്റിന് മാത്രം നടത്തുക കേട്ടോ, അല്ലെങ്കിൽ പിക്ചറിൽ അതൊരു വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ, അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ.
നമ്മൾ ലീഫിന് യെല്ലോ അതേപോലെ തന്നെ സാപ്പ് ഗ്രീന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു പ്രഷ്യൻ ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ആ തണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചെറുതായിട്ട് സാപ്പ് ഗ്രീനും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ബ്രൗണിഷ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.